മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗിന്റെ മുഖപത്രം ചന്ദ്രിക എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു എഡിറ്റോറിയലാണത്. അതിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്, അതായത് തങ്ങളെ പിണറായി അളക്കേണ്ട, തങ്ങളെ പിണറായി അളക്കേണ്ട. ഈ തങ്ങൾ ആരാണ്? ഇപ്പോഴത്തെ ലീഗിന്റെ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അപ്പൊ എന്താണ് വിഷയം? അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പാലക്കാട് പ്രചാരണ ഘട്ടത്തില് പ്രസംഗത്തിൽ പറഞ്ഞ ചില വാചകങ്ങളാണ്. എന്തായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്? അത് ഇങ്ങനെയായിരുന്നു: മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി ജമാഅത്ത് ഇസ്ലാമി അംഗത്തെ പോലെ സംസാരിക്കുന്നു. നേരത്തെയുള്ള തങ്ങൾ എല്ലാവരാലും ആദരിക്കപ്പെട്ട ആളായിരുന്നു. നേരത്തെയുള്ള തങ്ങൾ നമുക്കറിയാം, ദീർഘകാലം, നൂറ്റാണ്ടിലധികം, അതിനും അപ്പുറത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിരുന്ന സാക്ഷാൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിന്റെ മകനാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അപ്പൊ ഇവിടെ എന്താ വിഷയം? ഇതിനെതിരെയാണ് ചന്ദ്രികയുടെ എഡിറ്റോറിയൽ. അപ്പൊ ചന്ദ്രികയ്ക്ക് എവിടെയോ നൊന്തു, മുസ്ലിം ലീഗിന് എവിടെയോ നൊന്തു. എവിടെയാണ് നൊന്തത്? ജമാഅത്ത് ഇസ്ലാമിയുടെ നാവാണ് സാദിഖ് അലിക്ക് ചിലപ്പോഴൊക്കെ ഉള്ളത് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം. അത് കയറിക്കൊണ്ടു എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്നും മത തീവ്രവാദമാണെന്നും അതിനോട് ഞങ്ങളെ ചേർത്ത് വെച്ചത് ശരിയായില്ല എന്നും, തിരിച്ച് പിണറായി വിജയൻ സംഘിമനസ്സുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും ഉള്ള വ്യാഖ്യാനങ്ങൾ അതിൽ ലീഗ് നേതാക്കളുടെ. മുഖ്യമന്ത്രി പിണറായി സംഘിയാണ്. ഇവിടെയുള്ള പ്രശ്നം എന്താണ്? സാദിഖ് അലി അല്ലെങ്കിൽ പാണക്കാട്ട് തറവാടിന്റെ അപ്പപ്പ വരുന്ന തലപ്പത്തിരിക്കുന്നയാൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അധ്യക്ഷനായിട്ടും മാറും. പലപ്പോഴും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരേ സമയം മതകാര്യങ്ങളുടെ ഒരു നേതൃത്വവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരമോന്നത അധ്യക്ഷ സ്ഥാനം വഹിക്കുമ്പോൾ മതവും രാഷ്ട്രീയവും കൂടിക്കലർത്തുന്ന ഒരു പ്രവർത്തനമാണ് കൊടപ്പനക്കൽ തറവാട് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഇത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മലയാളിക്കും അറിയാം. അപ്പോൾ രാഷ്ട്രീയത്തിലെ തങ്ങളെ വിമർശിക്കും. അദ്ദേഹം ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിയട്ടെ, മതപരമായ കാര്യങ്ങളിൽ ആചാര്യസ്ഥാനം മാത്രം വെച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടെ, കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായിട്ടിരിക്കുന്നയാളെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പ്രശ്നങ്ങളുടെ പേരിൽ മറ്റു രാഷ്ട്രീയ നേതാക്കൾ വിമർശിക്കും, കുറ്റപ്പെടുത്തിയെന്നിരിക്കും, ശരി പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞിരിക്കും. അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും കേൾക്കാനുമുള്ള മനസ്സ് തങ്ങൾക്ക് വേണ്ടേ? തങ്ങളൊരു വിശാല വ്യക്തിയല്ലേ? കൊടപ്പനക്കൽ തങ്ങൾ മുമ്പുള്ള പാരമ്പര്യം വെച്ച് നോക്കുന്നു. അപ്പൊ ഇതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ളൊരു വിശാല മനസ്സ് എന്തേ തങ്ങൾക്കില്ലാതെ പോകുന്നു? ഇനി തങ്ങൾക്കത് വയ്യെങ്കിൽ തങ്ങൾ രാഷ്ട്രീയം ഒഴിയണം, ലീഗിന്റെ അധ്യക്ഷ സ്ഥാനം വിട്ടേക്കും. അപ്പൊ ഈ വിമർശനം വരില്ല, രാഷ്ട്രീയത്തിൽ വിമർശിക്കപ്പെടും. ഇത് പിണറായി വിജയൻ മാത്രമല്ല ചെയ്യുന്നത്, ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ തന്നെ ലീഗും കോൺഗ്രസും ഒരുമിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വർഷങ്ങളോളം പല തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്തപ്പോഴും നിലമ്പൂരിൽ ദീർഘകാലം അവിടുത്തെ MLA-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് തങ്ങളെ വിമർശിക്കലായിരുന്നു. തങ്ങൾ വിമർശനത്തിന് അതീതനല്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം രാഷ്ട്രീയക്കാരനാകുമ്പോൾ ഞാൻ വിമർശിക്കും, എന്തേ തങ്ങൾക്ക് അസഹിഷ്ണുത എന്നാണ് പലപ്പോഴും ആര്യാടൻ ചോദിച്ചിട്ടുള്ളത്. ലീഗ് എപ്പോഴും തോറ്റുപോയിട്ടുള്ളത് ആര്യാടന്റെ മുമ്പിലായിരുന്നു, ഇപ്പോൾ പിണറായി വിജയന്റെ മുമ്പിൽ. ആര്യാടനെ നിലമ്പൂര് തോൽപ്പിക്കാൻ പഠിച്ച, ഒരേ മുന്നണിയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആര്യാടനെ തന്നെ തോൽപ്പിക്കാൻ പഠിച്ച 18 പണികളും 19ാമത്തെ മുക്കാലത്തെ പണികളും നോക്കിയിട്ടും ആര്യാടനെ അവിടെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ലീഗിന്. കാരണം ആര്യാടൻ തങ്ങളെയാണ് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ രാഷ്ട്രീയം കളിച്ചത്, നിലമ്പൂരിൽ കോൺഗ്രസ് രാഷ്ട്രീയം. ഇപ്പൊ ഇവിടെ പിണറായിയുടെ മേക്കിട്ട് കയറുകയാണ്. എന്തേ പിണറായി ചെയ്ത തെറ്റ്? വിമർശിച്ചതോ? രാഷ്ട്രീയ നേതാവ് കൂടിയാണ് തങ്ങൾ, വിമർശിക്കും. എന്താ ഇവിടെ പറ്റിയത്? അധികാരമില്ലാതെ പുറത്തു നിൽക്കുന്നത് ലീഗിന് സഹിക്കാൻ പറ്റുന്നില്ല. 10 വർഷം, ഇപ്പൊ 5 വർഷം കഴിഞ്ഞ് 7-8 വർഷമായി.
ഇനിയും 2 വർഷം കൂടെ കിടക്കുന്നു. അധികാരമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചു വരണം. അത് കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ കഴിഞ്ഞ് തിരിച്ചു വരാൻ വിചാരിച്ചും നടന്നില്ല. ഇത് 2ാം പിണറായി സർക്കാർ വീണ്ടും വന്നു. ഇനി 3ാം സർക്കാരും വരുമോ? അതിനു മുമ്പ് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനെ താഴെ ഇറക്കണമല്ലോ പിണറായി സർക്കാരിനെ. അധികാരം വേണം, ഇല്ലാതെ ഉറക്കമില്ല, ഊണില്ല, വിനോദമില്ല. അവരവസ്ഥയില് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ തങ്ങളെയൊക്കെ ഇങ്ങനെ വിമർശിച്ചാൽ പറ്റുമോ? ഞങ്ങൾക്കൊരു വഴിയുണ്ടാവണ്ടേ? അപ്പം ഞങ്ങൾ ജമാഅത്തുമായിട്ടും സുഡാപ്പികളുമായിട്ടും SDPI ഒക്കെ ആയിട്ട് ഞങ്ങൾ ചില 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 ഒക്കെ ചെയ്ത് ഞങ്ങൾക്കൊരു അധികാരം വേണം. അല്ല നിങ്ങൾ അങ്ങ് എടുക്കുക, നിങ്ങൾ കൂടെ നിന്നാലും ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മതി. ഇടതുമുന്നണി CPIM ഇങ്ങോട്ട് വാ മറ്റേ ആടിനെ പ്ലാവിൻ്റെ ഇല കാണിച്ചു പോലെ വിളിച്ചാൽ അപ്പം ലീഗ് UDF വിട്ട് LDFിലേക്ക് വരുമെന്ന് ഈ നാട്ടിലെ എല്ലാ മലയാളിക്കും പറയും, എല്ലാ രാഷ്ട്രീയക്കാർക്കും പറയുക. അതിന് ലീഗ് കളിക്കുന്ന ഓരോ കസർത്തുകളാണ് ഈ കാണുന്നത്. അതും പിണറായി വിജയൻ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, ജമാഅത്തിന്റെ സ്വരം സംസാരം എങ്ങനെ ലീഗ് നേതാക്കളിൽ നിന്ന് വരുന്നു, തീവ്ര മതവാദത്തിലേക്ക് പോകുന്നത് ശരിയാണോ? ആ മുന്നറിയിപ്പാണ് ഇലക്ഷൻ കാലത്ത് ഉണ്ടായത്, മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. പക്ഷെ അത് സഹിക്കാൻ വയ്യ. ലീഗിന്റെ നിർണായക യോഗം, ഈ നിർണായക എന്ന് പറഞ്ഞ ഒരു ക്ലീഷേ തമാശയാണ് മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ. ആ ലീഗ് കൊടപ്പനയ്ക്കൽ പോളം നിർണായക യോഗം അവിടെ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാധ്യമങ്ങളെ കാണുന്നു. നിർണായക യോഗം ചേർന്നിട്ട് ആ പ്രയോഗം തന്നെ എല്ലാവർക്കും മനഃപ്പാടമാണ്. അതായത് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കാൻ പാണക്കാട് തങ്ങളെ ഉന്നതാധികാര സമിതി ചുമതലപ്പെടുത്തി. ഉചിതമായ സമയത്ത്, ഇനി ബാക്കി ബ്രാക്കറ്റ് ഞങ്ങളുടെ അഭിപ്രായമാണ്, ഉചിതമായ സമയത്ത് കുഞ്ഞാപ്പ എഴുതി കൊടുക്കും. ആരെ കുഞ്ഞാപ്പ? PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹമാണല്ലോ ലീഗിന്റെ ഈ തിരിച്ച് യന്ത്രം, ഭരണയന്ത്രം, കൺട്രോൾ ടവർ, അല്ലെ കൺട്രോൾ ബട്ടൺ എന്ന് പറയുന്നത് കുഞ്ഞാപ്പയാണ്. കുഞ്ഞാപ്പ എഴുതി കൊടുക്കും, തങ്ങൾ വായിക്കും. അതാണ് ഉചിതമായ സമയത്തും ഉചിതമായ തീരുമാനമെടുക്കാൻ ഉന്നതാധികാരി പാണക്കാട് തങ്ങളെ ചുമതലപ്പെടുത്തി ഞങ്ങൾ പിരിയുകയാണ്. അതെ, ബിരിയാണി അടിച്ച് ഞങ്ങൾ പിരിയുകയാണ്. ഇതാണ് പാണക്കാട്ട് ദശാബ്ദങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില മാറ്റം വന്നത് ശിഹാബ് തങ്ങളിൽ നിന്ന് മാറിയിട്ട് ചില സംഭവങ്ങൾ ലീഗ് സംഭവിച്ചത്, ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് UDF അധികാരത്തിൽ വന്നപ്പോൾ 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ലീഗ് കടുംപിടുത്തം പിടിച്ചു. ആദ്യമൊന്നും കോൺഗ്രസ് വഴങ്ങിയില്ല. തരാൻ ഈ ആടിനെ മറ്റേ പ്ലാവല കാണിക്കുന്ന പോലെ നീട്ടി വെച്ചുകൊണ്ടിരുന്നു. അവസാനം ഈ പാണക്കാട്ട് കുടപ്പനയ്ക്കൽ തറവാടിൻ്റെ ഒരു പ്രത്യേകത, അവിടുത്തെ അധികാരി തങ്ങൾ അവിടം വിട്ട് വേറെ രാഷ്ട്രീയ നേതാവിൻ്റെ വീടോ വസതി അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്തോ ഓഫീസുകളിലോ ഒന്നും പോകാറില്ല. അത് പാണക്കാട് കുടുംബത്തിന്റെ കുടപ്പനയ്ക്കൽ തറവാടിന്റെ ഒരു ഡിഗ്നിറ്റി ആയിട്ട് സൂക്ഷിച്ചു വന്നത് ലംഘിക്കപ്പെട്ടത് ഈ 5ാം മന്ത്രിസ്ഥാനത്തിന്റെ സമയത്താണ്. പാണക്കാട് വിട്ടിറങ്ങിയ ഹൈദരലി ശിഹാബ് തങ്ങൾ നേരെ കോട്ടയത്ത് പോയിട്ട് ഉമ്മൻചാണ്ടിയെ നേരിട്ട് കാണേണ്ടി വന്നു 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി. ഉമ്മൻചാണ്ടി ആ പാണക്കാട്ടുനിന്ന് തങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ, അപ്പൊ തന്നെ അത്ര ആദരിച്ചല്ലോ പാണക്കാട്ട് തങ്ങൾ. അപ്പൊ എന്നാ പിന്നെ 5ാം മന്ത്രിസ്ഥാനം ഇരിക്കട്ടെ. അങ്ങനെ മഞ്ഞളാംകുഴി അലി 5ാമത്തെ ലീഗ് മന്ത്രിയായ ഒരു ചരിത്രം. ഇപ്പൊ 2ാമത്തെ ചരിത്രം ഇപ്പൊ മുനമ്പമാണ്. മുനമ്പം വിഷയം വേറൊരു വിഷയമായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം. മുനമ്പത്തെ പ്രശ്നം, കുടിയിറക്ക് പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചയ്ക്കായി സാദിഖലി ശിഹാബ് തങ്ങളും കുഞ്ഞാപ്പയും കൂടി, PK കുഞ്ഞാപ്പയും കൂടി കഴിഞ്ഞ ദിവസം വാരാപ്പുഴ ബിഷപ്പിനെ കാണാൻ പോയി. അവിടുത്തെ ലത്തീൻ കാതലിക് സഭയുടെ അധ്യക്ഷനായ ബിഷപ്പിനെ കാണാൻ പോയി. അതാണ് 2ാമത്. കുടപ്പനയ്ക്കൽ തറവാട് വിട്ടിട്ട് തങ്ങൾ അധികാരി നേരെ ഒരു മതമേധാവിയെ, ബിഷപ്പിനെ കാണാൻ പോയത്. അതും വഴിവിട്ട ഒരു കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ. അപ്പൊ 2ാമത്തെ കാര്യത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ പിന്നാലെ പറയാം. എന്തായാലും ലീഗ് വലിയൊരു പ്രതിസന്ധിയിലാണ്. ലീഗിനെ ഈ മത തീവ്രവാദ സംഘടനകൾ ഹൈജാക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്ര നിലപാടുള്ള സംഘടനകളിലേക്ക് ലീഗ് വഴങ്ങിക്കൊടുക്കുന്ന അവസ്ഥ, അവരുടെ ഡിമാൻഡുകൾക്ക് മുമ്പിലേക്ക് ചാഞ്ഞു കൊടുക്കുന്ന അവസ്ഥ പോലെ തന്നെ ലീഗിനെ പാണക്കാട് തങ്ങളെ മുൻനിർത്തിയിട്ട് കുറെ കള്ളക്കച്ചവടക്കാരും പിന്നെ അങ്ങനെയുള്ള ലോബി, പിന്നെ അതായത് കള്ളക്കടത്ത് ലോബി,
പിന്നെ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ലോബി, അഴിമതിക്കാര് എന്നൊക്കെ അടങ്ങുന്ന ഒരു വലിയ ഒരു സംഘം, ഒരു കോക്കസ് ലീഗിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ലീഗിന്റെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നവരാണ്. പാണക്കാട് തങ്ങൾക്ക് എന്ത് റോളാണ് ഇതിനകത്ത് തീരുമാനമെടുക്കാനുള്ളത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഓരോ വിഷയങ്ങൾ വരുമ്പോഴും തങ്ങൾമാർ ഒരു പാവ പോലെ പെരുമാറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ലീഗ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അതാണ് മലയാളിയുടെ ചോദ്യം. ഇപ്പോൾ ഉള്ള ഓരോ വിഷയങ്ങളിലും ഈ പറയുന്ന പിണറായിക്കെതിരെ എഡിറ്റോറിയൽ എഴുതിയതിലും മുനമ്പം വിഷയത്തിലുമൊക്കെ ലീഗിന്റെ നിലപാടുകൾ എന്താണെന്നുള്ളത് കേരളം ചർച്ച ചെയ്യേണ്ടതാണ്.